തള്ളേ അടിച്ച് കൊഞ്ചായി കിടക്കണ് സാറേ. MLA വീടെത്തിയെന്ന് സാറേ. ഏത് പറ. തള്ളേ മുണ്ടില്ല. നീ മുണ്ടരുത്. 4550 രൂപയിലെ നിന്റെ കാശ് ഞാൻ മുണ്ടിക്കോളാം. സാറേ അണ്ടർവെയറില്ല. ഈ മുണ്ടെടുത്തോണ്ടോണം. ഇതാ. ഓ എനിക്ക് വയ്യല്ല തള്ളേ. ആരെങ്കിലും ആകട്ടെ, കളിമുണ്ടെങ്കിൽ കളിമുണ്ട്. ആരാ നിരാഹാരം കിടക്കണത്? ഓ കണ്ണൂർ സെക്രട്ടേറിയറ്റ് ആയിരിക്കും. ഓ ചത്തുപോയാ. ആ കണ്ണൂർ ആ സ്ഥലം ആരെങ്കിലും കൊന്നതായിരിക്കും. തൊടാൻ നിക്കണ്ട, പിന്നെ CBI വരും. പിടിച്ചത് നീ നമ്മുടെ പാർട്ടിക്കാരനാ. അതാ മുണ്ടേ പിടിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് ഓണർ ഗസ്റ്റാ. രാഘവനോട് പോയി രാഘവനെ വിളിയടാ. ആദ്യം 4550 രൂപ എടുത്ത് കാർ സെറ്റിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫുഡ് എടുത്ത് മട്ടേ നീ വണ്ടി തിരിച്ചിട്ട് കാശിപ്പോരും. എന്താടാ? അതെ, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു 4550 രൂപ എടുക്കണം. ആരോടോ? ഒരു ഗസ്റ്റേ. ഞാൻ ആ കാറൊന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം. ഗസ്റ്റോ? തിരുവനന്തപുരത്ത് നിന്ന് ആരോ വന്നു. പൈസ വിളി. ഇയാളിത് എവിടെ പോയി? ഇവിടെ എവിടെയാ ഗസ്റ്റ്? കാറ് സെറ്റിൽ ചെയ്തു. പക്ഷെ അയാൾ മതിൽ ചാടിപ്പോ കളഞ്ഞ്. എത്ര രൂപ കൊടുത്തു? 9500 നോട്ട്. സെക്രട്ടറി ആയിട്ടില്ല ഗസ്റ്റ്. തട്ടപ്പാതിരിക്ക് വന്ന ഏതെങ്കിലും കള്ളനായിരിക്കും പറ്റിച്ചിട്ട് പോയത്. നടപ്പും ബാബുവും കണ്ട ക്യാപ്റ്റൻ രാജൻ അനിയനാണെന്ന ധാരണ. നാളെ രാവിലെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം. കതറിട്ട ഗോസ്റ്റേ, നീ എവിടെയായിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. ഇവനെ എവിടെ പോയി തപ്പാണ്? അങ്കിൾ, ഈ ഗൗതമൻ എന്ന് പറഞ്ഞൊരു എന്താ കണി കൊള്ളാം. അല്ല സാറേ, എന്താ ചോദിച്ചേ? എപ്പോ ചോദിച്ചു? തോളത്തിന് മമ്മട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് വേണം. ഓ കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കുക പെമ്പിള്ളേരെ വളക്കാൻ. ഓരോ വേണ്ട, മറക്കണമെന്നില്ല. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നിന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറാ. അപ്പൊ മന്ത്രിമാരോ? അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കണം. അവരിന്ന് വരെ നാളെ പോകും. ഒരു കാര്യം അറിയാനാ. ഹസ്ബൻഡിനൊന്ന് വിളിക്കാമോ? ഹസ്ബൻഡ് ഇവിടെ ഇല്ല. എനിക്ക് വൈഫും ഇല്ല. അച്ഛനോ? അച്ഛൻ മരിച്ചു. ഓ എന്റെ ആങ്ങളും ആരോ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഞാനും. എന്താ നാള്? മകം. മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക. സൂര്യൻ, കതിരവൻ, ആദിത്യൻ. കുഴപ്പമില്ല. 3-ൽ 10 വരുത്ത. ഓക്കെ. കട്ടില് പണിഞ്ഞാൽ തൊട്ടില് റെഡി. എന്ത് ചെയ്യുന്നു? ചിട്ടിയാ. അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. എന്റെ ചിട്ടി ചേരുവോ? അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവൂ. എന്താ പേര്? രത്നം. ഞാൻ രത്നമാന്ന് വിളിക്കൂ. പേര് തന്നെ 10 മാറ്റ്. പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ. കളിയാക്കാതെ. ബോംബൊന്നുമല്ല, അത്രയ്ക്കൊന്നുമില്ല. പിന്നെ വെടിയാ? വെടിവെച്ചാൻ കോവിൽ എവിടെയോ വെച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട്. ഇതവൻ തന്നെ. എടാ ഗൗതമ, അവിടെ നിൽക്കാൻ. അമ്പിയണ്ണൻ. അതേടാ അമ്പി തന്നെ. നിന്നെ പൊക്കാൻ അറിയാൻ വന്നത്. സമയത്തിന് നിന്നെ കിട്ടിയില്ലെങ്കിൽ ഡെഡ് ബോഡി കൂടെ നാട്ടിൽ ഞാൻ പോകും. എന്റെ ഈശ്വര, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ കൊല്ലാൻ വന്നതാ. രക്ഷിക്കണേ. അയ്യോ, എന്തുവാടി ഇതൊക്കെ? രക്ഷിക്ക്. അതിനെന്താ തലകുത്തി നിൽക്കുന്നേ? നേരെ ഒന്ന് സംസാരിക്കും. അയ്യോ, ഒന്ന് വേഗം ചെന്ന് രക്ഷിക്ക്. തലകുത്തി നിൽക്കുന്നത് ചേട്ടനാ. എന്താ രത്നം, എന്ത് പറ്റി? നമ്മുടെ കൊച്ചു ഡോക്ടർ കൊല്ലാൻ കതിരിട്ട ഒരാൾ വന്നിരിക്കുന്നു. ആളവിടെ പോയി. ആള് കണ്ട് ഡോക്ടർ ഓടി. കൊല്ലാനായിട്ട് പുറകെ അയാളും പോയിട്ടുണ്ട്. പ്രഭുദേവ വാടാ. ആ തോർത്തെടുത്ത് മാനം മറയ്ക്ക്. അയാൾ പേടി. സുശീല ഉടുത്തത് പോയടാ. എടാ, ഒരു തുണി ഇട്ട് താടാ. അങ്ങനെ ഇപ്പൊ കാണണ്ട. എടാ, ഏതെങ്കിലും തുണി എടുത്തിട്ടാ വിളിച്ചോ.
रघुपति राघव राजा राम पतित पावन सीताराम നീ എന്നെ വെറുതെ ഇട്ടിങ്ങനെ ഓടിക്കരുത്. पतित पावन सीताराम रघुपति राघव ഹേ റാം ഹേ റാം ഹേ റാം. ഹായ് കയറൂ, കയറി ഇരിക്കാനല്ലേ പറഞ്ഞത്? ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തു. എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത്? വിധവനാണോ? അല്ല, ഞാൻ ഈ പ്രസ്ഥാനക്കാരനാ. കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇപ്പൊ ഇത്. നിരാഹാരം എന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ്? ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ്, നിരന്തരാഹാര സമരം. ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം എന്തിനാണാവോ? കിറ്റില്ല. വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. എന്താ? നാടും കൊണ്ട് നാട് നന്നാക്കുക. എന്താണ് പറഞ്ഞത്? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. വിദേശിയെ ഒറ്റപ്പെടുത്താൻ? അതെ, കിറ്റില്ല. ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിനെ പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും പറയുന്നോളാ തെണ്ടി. അയ്യോ, ഞാൻ അത്രയും ഓർത്തില്ല. നീ മിണ്ടരുത്. ഇനി മേലിൽ ഈ വസ്ത്രമായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ബോംബിട്ടു. അഴിക്കടാ, മുണ്ടഴിക്കടാ. എന്തേത്? ഇതാണ് നമ്മുടെ ആചാരം. കള്ള തിരുമാലി. കുട്ടിത്തോക്ക് ഇതുവഴി തന്നെയാണ് ഓടിയത്. ഇതെന്താ പന്നിറങ്ങിയ പുഞ്ചപ്പാടം പോലെ ഉണ്ടല്ല. സമരമുറക്കി ഇപ്പൊ ഇങ്ങനെയായ. നീ പോടാ, ആണും പെണ്ണും കെട്ട താടി വെച്ച 9. അതെ, ഒരു കതറിട്ട തെണ്ടി ഇങ്ങോട്ട് വന്നോ. ആ തെണ്ടിയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ഒറ്റ നോട്ടത്തിൽ ഈ കരിങ്കണ്ണുകൊണ്ട് അവന്റെ കാലുടുക്കി. എവിടെ? എന്റെ കണ്ണും പിടിക്കുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഒരു കണ്ണടച്ച് ദേ ഇങ്ങനെ ഉന്നം പിടിച്ച് നോക്ക്. ആ, ഇപ്പൊ കണ്ട്. ഓ, സമ്മതിച്ച്. നിന്റെ ഒറ്റ കണ്ട കാഴ്ച അപാരം. അയ്യോ അയ്യോ, എന്റെ കണ്ണ് കാണില്ല. ഓർഡർ ഇവൻ ഞാൻ ഓർഡർ എനിക്ക് വേണ്ടി ഞാൻ ബാറ്റ് ചെയ്യാം. ട്രയൽ ഓ ട്രയൽ ഫസ്റ്റ് കളിച്ച്. പറയാൻ പറ്റില്ല, വല്ല ബോംബാറ്റി ആയിരിക്കോ? ആ, മട്ടൻ ബിരിയാണിയാ. കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി. അയ്യേ, ഉണ്ടംപുരിയാ. ആ, ഉണ്ടംപുരി. അയ്യോ, ബോംബ്.